പച്ചയായ സത്യം തുറന്നു പറഞ്ഞതിനാണോ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിടാതെ ആക്രമിക്കുന്നത്? എത്ര ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നാലും ശരി, വെള്ളാപ്പള്ളി ഇനിയും ഉറക്കെ തന്നെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിൽ ആർക്കും സംശയം വേണ്ട. അതിനുള്ള കരുത്ത് അദ്ദേഹത്തിന് ആവോളമുണ്ട്. എന്താണ് വെള്ളാപ്പള്ളി ചെയ്ത തെറ്റ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തോൽവിയുടെ കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞതോ? അതോ BJPയുടെ മുന്നേറ്റത്തിന് കാരണം ഈഴവരുടെ സഹായത്തോടെയാണെന്നാണോ ശ്രീ MV ഗോവിന്ദൻ താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയും CPM തമ്മിലുള്ള പരസ്പര പോരടി തുടങ്ങിയത്. വെള്ളാപ്പള്ളി നടേശൻ ഒന്നറിഞ്ഞാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രണ്ടറിയും എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റ കനത്ത തോൽവി സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിനെ ചുറ്റിപ്പറ്റിയായിരുന്നു പിന്നീട് CPM അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ പടച്ചുവിടാൻ തുടങ്ങിയത്. വേലി കെട്ടാനും അടുക്കളപ്പണിക്കും പിന്നാക്കക്കാരും സദ്യ വിളമ്പുമ്പോൾ ഉണ്ണാനിരിക്കാൻ ന്യൂനപക്ഷങ്ങളുമെന്നാണ് കേരളത്തിലെ സ്ഥിതിയെന്ന് വെള്ളാപ്പള്ളി ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. BJPയും ആ വഴിക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണങ്ങളാണെന്നാണ് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത്. പിന്നോക്ക ജനതയെ അവഗണിച്ച് ക്രൈസ്തവ പ്രീണനത്തിന്റെ വഴിയിലേക്ക് നീങ്ങിയാൽ അവരുടെ കാൽക്കീഴിലേക്കും മണ്ണ് ഒലിച്ചു പോകുമെന്ന് ഉറപ്പാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. മാത്രമല്ല, രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ ഈഴവാദി പിന്നോക്ക സമുദായത്തെ അവഗണിച്ചു. കോൺഗ്രസ് കേരളത്തിന്റെ പൊതുസ്വത്ത് സ്വന്തം മതക്കാർക്കായി വീതം വെച്ച് നൽകി. മതേതരത്വത്തിന്റെ പേരിൽ ഹൈന്ദവരായ പിന്നോക്ക പട്ടിക വിഭാഗങ്ങൾ കബളിക്കപ്പെട്ടുവെന്നും അദ്ദേഹം ആ ലേഖനത്തിൽ പറഞ്ഞിരുന്നു. രക്തപതാക തലമുറകളായി നെഞ്ചിലേറ്റിയ ഈഴവാദി പിന്നോക്ക സമൂഹവും പട്ടികജാതി വർഗ വിഭാഗങ്ങളും കാൽക്കീഴിൽ കിടക്കുമെന്ന ധാരണ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പൊളിഞ്ഞെന്നും വെള്ളാപ്പള്ളി ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ശ്രീ MV ഗോവിന്ദൻ ആരോപണങ്ങൾ തുടങ്ങിയത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്കുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് പാർട്ടി റിപ്പോർട്ടിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ അതൊന്നുമല്ല കാരണമെന്നും SNDP ചതിച്ചെന്നുമാണ് ഗോവിന്ദന്റെ ആരോപണം. ഓരോ ദിവസവും ഓരോരോ ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കാറുണ്ട്. അതിന് ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ തന്നെ വെള്ളാപ്പള്ളി മറുപടിയും കൊടുക്കാറുണ്ട്. SNDP BJPയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസം MV ഗോവിന്ദന്റെ ആരോപണം. BDJS വഴിയാണ് റിക്രൂട്ട്മെന്റുമെന്നും SNDPയിൽ നിന്ന് BJPയിലേക്ക് കുത്തൊഴുക്കാണെന്നും സ്വത്വ രാഷ്ട്രീയം വളർത്തി മുതലെടുപ്പ് നടക്കുകയാണെന്നുമാണ് MV ഗോവിന്ദൻ ആരോപിച്ചിരുന്നത്. SNDPയെ കാവി മൂടാനും ചുവപ്പ് മൂടാനും ആരെയും സമ്മതിക്കില്ലെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇതിന് മറുപടി നൽകിയത്. നക്സലുകൾ തൊട്ട് ലീഗുകാർക്ക് വരെ SNDP യോഗത്തിനകത്തുണ്ട്. ഇതിനകത്ത് ചുവപ്പുകാരും കാവിക്കാരും എല്ലാവരും ഉണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. SNDP യോഗം ഒരു സമുദായ സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല. ആ സമുദായത്തിന്റെ പൊതുവായ കാര്യം വരുമ്പോൾ ഒന്നിച്ചു നിർത്തുക എന്നല്ലാതെ അതിനകത്തുള്ള അംഗങ്ങൾക്ക് അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോകാമെന്നും വെള്ളാപ്പള്ളി മറുപടി നൽകി. ഇടതുപക്ഷം സാധാരണക്കാരെ മറന്നുപോയെന്നും മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ന്യൂനപക്ഷ പ്രീണനം തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് തിരിച്ചടിയായെന്നും വെള്ളാപ്പള്ളി പറയുന്നു. ഗോവിന്ദൻ മാഷെ സംബന്ധിച്ച് ഈഴവ സമുദായത്തിൽ നിന്ന് വോട്ട് ചോർന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ശരിയാണ്. ആ ശരി അദ്ദേഹം മനസ്സിലാക്കി അതിലെ പരിക്ക് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഞാൻ പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. പ്രശ്നാധിഷ്ഠിതമായി നല്ലതിനെ നല്ലതെന്നും ചീത്തയെ ചീത്തയെന്നും അഭിപ്രായം പറയുമ്പോൾ അതിനെ കാവ്യവൽക്കരിച്ചെന്നും ഞാൻ വർഗീയവാദിയാണെന്നുമൊക്കെ പറയാറുണ്ട്. ഇതൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല എന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കുന്നു. മാഷ് പറഞ്ഞത് രാഷ്ട്രീയ അഭിപ്രായമാണ്, അതിനെ അങ്ങനെ കണ്ടാൽ മതി. അതുകൊണ്ട് ഞാനും മാഷും തമ്മിൽ തർക്കവും വഴക്കും ഗുസ്തിയും ഉണ്ടാക്കാമെന്ന് നിങ്ങൾ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് തയ്യാറല്ല. ഉമ്മൻചാണ്ടി 600 രൂപയെ കൊടുത്തിട്ടുള്ളൂവെങ്കിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് അത് 1200 രൂപയാക്കി പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുത്തില്ല? മാവേലി സ്റ്റോറിൽ പാറ്റ കയറി ഇറങ്ങുകയാണ്, ഒരു സാധനവുമില്ല. ഇത് വലിയ പ്രശ്നമല്ലേ? വെള്ളാപ്പള്ളി ചോദിക്കുന്നു. അതുമാത്രമല്ല, ഇതിന് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പ്രീണനമാണ് നടത്തുന്നത്. പാലസ്തീൻ പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തെ സൂപ്പിക്കാൻ വേണ്ടി എന്തെല്ലാമാണ് ചെയ്തത്? എത്ര സമ്മേളനങ്ങളാണ് നടത്തിയത്?
അടിസ്ഥാന വർഗം പണിയെടുത്തും ചോര കൊടുത്തും വളർത്തിയെടുത്ത പ്രസ്ഥാനത്തിൽ പ്രവർത്തകരായ പലർക്കും അവസരം കൊടുക്കാതെ ന്യൂനപക്ഷങ്ങൾക്ക് ത്രിപിൾ പ്രമോഷനും അതിന്റെ അപ്പുറത്തുള്ള പ്രമോഷനും അവർക്ക് പ്രവർത്തന പാരമ്പര്യം പോലും നോക്കാതെ കൊടുത്തപ്പോൾ ചെറുപ്പക്കാരായ പലർക്കും നിരാശയുണ്ടായിട്ടുണ്ട്. SNDP നേതാക്കൾ CPM-നെതിരെയും വ്യക്തിപരമായും വിമർശനങ്ങൾ നടത്തുന്നുവെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. SNDP രൂപീകരിക്കുമ്പോൾ ഗുരുവിന്റെ ദർശനങ്ങൾ സജീവമായി ഉയർത്തിപ്പിടിച്ചുവെന്നും SNDP-യെ കാവ്യവൽക്കരിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണെന്നും MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മതസൗഹാർദ്ദത്തിന്റെയും മതനിരപേക്ഷതയുടെയും നിലപാടുകളാണ് SNDP എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ BDJS-ന്റെ രൂപീകരണത്തോടെ അതിന് മാറ്റം വന്നുവെന്നും RSS അജണ്ട SNDP മേഖലകളിൽ നടക്കുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു. താനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് തുറന്നു പറഞ്ഞ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അങ്ങനെയുള്ള ഒരു നേതാവിനെതിരെ ഇത്തരത്തിൽ ശത്രുപക്ഷത്തിൽ നിർത്തി ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അത് SNDP യോഗത്തിന്റെ ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ മനസ്സിൽ അതൃപ്തിയാകും ഉണ്ടാക്കുകയെന്ന് CPM തിരിച്ചറിയണം.